ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ടേബിൾ കവറും ഒരു ടേബിൾ റണ്ണറുമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സാരിയാണ്, ഒരു സിൽക്ക് സാരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിൽക്ക് സാരിയിൽ നിന്ന് നമുക്ക് കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾക്ക് ഏത് ടേബിളിനാണോ അതിന് അളവിനനുസരിച്ചിട്ട് നമ്മൾക്ക് തുണി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ സാരിയുടെ മുന്താണി ഭാഗം വരുന്ന അത്രയും കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഏകദേശം ഒരു മീറ്റർ തുണി ഉണ്ടാകും. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് 2 പീസാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മുന്താണി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു 1/3 ഭാഗം തുണിയും കൂടെ നമുക്ക് വേണം. അതൊരു ഡിസൈൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്ലൂ കളറും ക്രീം കളറുമായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ കളറാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്ലൂ കളറിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ക്രീം കളർ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു സൈഡിലേക്ക് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡും കൂടെ വീണ്ടും നമ്മൾ കൂട്ടിയടിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ക്രീം കളറും ബ്ലൂ കളറും കൂടി വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതായത് 2 സൈഡും കൂട്ടിയടിക്കുന്നു. ഇവിടെയാണ് കൂട്ടിയടിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളത് കൂട്ടിയടിച്ചതിന് ശേഷം ആ ക്രീം കളർ നമ്മൾ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ വരുന്നത് പോലെ നമ്മൾ ആ തുണി ഇടുക. കണ്ടില്ലേ? ഇനി അതിനെ നമുക്ക് ഇതുപോലെ നടുവെ ഫോൾഡ് ചെയ്തെടുക്കാം. ബ്ലൂ ഭാഗം മുഴുവനും താഴ്വശത്തും മുകൾ വശത്തായിട്ട് നമുക്ക് ക്രീമും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ ഇനി ആ ഒരു ഭാഗം ഓപ്പണുമാണ്. അത്രയും മനസ്സിലായില്ലേ? ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് 2 ഭാഗവും അതായത് 2 സൈഡും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് ഓപ്പണാക്കി ഇടാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് അതിൻ്റെ കോർണർ ഭാഗം ഇത്തിരി കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൻ്റെ ആ ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് വേണം നമ്മളത് തിരിച്ചിടാൻ. അപ്പം കണ്ടല്ലേ തിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതുപോലെ 2 സൈഡും നമുക്കങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, ഒരു ഡിസൈൻ കിട്ടിയത്. ഇപ്പം ഞാൻ ടീപ്പോയുടെ മുകളിലാണ് അത് എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ മുകളിലും അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടീപ്പോയുടെ മുകളിൽ ഞാനൊരു ടേബിൾ കവറും കൂടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ടേബിൾ റണ്ണർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടേബിൾ കവർ തയ്ച്ചതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ടേബിൾ കവർ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ അളവെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാരി അതിൻ്റെ മുകളിൽ വിരിച്ചു കൊടുക്കാം. സാരി വിരിച്ചു കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു ഓവൽ ഷേപ്പ് ടീപ്പോയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ആ സാരി ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും നമുക്ക് 1.5 ഇഞ്ച് തുണി താഴേക്ക് ഇടണം. അതായത് നമ്മുടെ ടേബിൾ കവർ ചെയ്ത് 1.5 ഇഞ്ച് താഴേക്ക് കിടക്കുക. അത് നമുക്ക് ചുറ്റിനും അതൊന്ന് അടിച്ചു കൊടുക്കാം. വെട്ടിക്കൊടുക്കാം. അത് കട്ട് ചെയ്ത് എടുക്കാം ചുറ്റിനും.
താഴേക്കൊരു ടേബിള് കഴിഞ്ഞിട്ട് താഴേക്കൊരു 1.5-2 ഇഞ്ചെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു 1.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അത് താഴേക്കൊരു ഫ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ നല്ല ഭംഗിയായിട്ട് ടീപ്പോയിൽ നിന്നും ഊരി പോകാതിരിക്കാനും അത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ സാരിയിൽ നിന്ന് തന്നെ സാരിയുടെ സൈഡിലെ ബോർഡറിലെ അവിടെ നിന്നുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് നമ്മളിങ്ങനെ ചുരുക്കി വയ്ക്കാറില്ലേ നമ്മൾ, അതായത് നമ്മുടെ സ്കേർട്ടൊക്കെ നമ്മൾ തയ്ക്കുമ്പം ചുരുക്കിട്ട് തയ്ക്കുന്നത് പോലെ, ഫ്രില്ലൊക്കെ തയ്ക്കുന്നു ഇതേപോലെ ഇങ്ങനെ ചുരുക്കിട്ട് തയ്ച്ച് ചുറ്റോട് ചുറ്റും നമുക്കങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ടേബിളിനും ടീപ്പോയ്ക്കും ഒക്കെ ഇതുപോലെ കവർ ഉണ്ടാക്കി ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ടേബിൾ റണ്ണർ ഉണ്ടാക്കിയത് കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിരിക്കും കാണാൻ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാരികളൊക്കെ വെറുതെ ഒരുപാട് ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടൊന്ന് ഒരു പുതിയ ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമുക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. ഓക്കെ, ബൈ.